ഹലോ, വെൽക്കം ബാക്ക്. മോൾഡിംഗ് ക്ലേ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്സസറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ എയർ ഡ്രൈ ക്ലേ വേണം, അല്ലെങ്കിൽ മോൾഡിംഗ് ക്ലേ, ആക്രിലിക് കളറും ബ്രഷും വേണം, ടൂത്ത്പിക്ക് വേണം, ഫെവിക്കോൾ വേണം, കുറച്ച് വെള്ളം വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ മോൾഡിങ്ങിലെ 2 പാർട്ടായിട്ട് എടുക്കണം. ഒരെണ്ണം കുറച്ച് വലിയ പാർട്ടായിട്ടും അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ പാർട്ടായിട്ടും എടുക്കണം. ഇതെടുത്തതിന് ശേഷം ആ ക്ലേ നല്ലപോലെ അടച്ച് കവറിലാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്ത് വെച്ച് അടച്ചു വെക്കണം. ഇനി ആ വലിയ പീസ് നല്ലോണം നെഡ് ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബോൾ ഷേപ്പ് ആക്കാം അത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് മഷ്റൂമിൻ്റെ ഏറ്റവും മുകളിലത്തെ പാർട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കൈ വെച്ച് ഷേപ്പ് ചെയ്ത് മഷ്റൂമിൻ്റെ ആ ഷേപ്പ് ആക്കി എടുക്കണം. ഈ ക്ലേ കുറച്ച് നേരം പുറത്തിരിക്കുമ്പോൾ തന്നെ ഡ്രൈ ആയി തുടങ്ങും. ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നും കൂടെ ലൂസാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ സ്മൂത്ത് ആക്കി എടുക്കാൻ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതിയാവും. അത് നല്ല സ്മൂത്തായിട്ട് ഇരിക്കും. ഇനി നമുക്ക് മഷ്റൂമിൻ്റെ താഴത്തെ പാർട്ട് ഉണ്ടാക്കാം. അതും നല്ലപോലെ കൈവച്ച് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലേക്ക് താഴ്ത്തി വെക്കാൻ വേണ്ടിയാണ് ആ ടൂത്ത് പിക്ക് ഇവിടെ കുത്തി വെക്കുന്നത്. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള കമ്പിയെല്ലാം ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒട്ടിച്ചെടുക്കണം. കുറച്ച് വെള്ളം മുക്കിയിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് രണ്ടും കൂടെ ഒട്ടിയിരുന്നോളൂ. ഇനി ഒരു തെർമോക്കോൾ പീസിൻ്റെ മുകളിൽ കുത്തി നിർത്തിയിട്ട് ഞാനിത് ഡ്രൈ ആക്കാൻ വെക്കാൻ പോവുകയാണ്. അല്ലാണ്ട് വെച്ചാൽ ഇതിപ്പം അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതിപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ആ മുകളിലത്തെ പോർഷൻ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വെള്ള കളർ കുത്തുകൾ ഇട്ട് കൊടുക്കാം.
പെയിൻ്റൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഫെവിക്കോൾ കോട്ടിങ് കൊടുക്കാം. ഫെവിക്കോളും വെള്ളവും ഒരേ അളവിൽ എടുത്തിട്ടാണ് ഞാനിതിൻ്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുന്നത്. ക്ലിയർ വാർണിഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. ഈ ഫെവിക്കോൾ കോട്ടിങ് ഉണങ്ങിക്കഴിയുമ്പം നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പോട്ടിലോട്ട് വയ്ക്കാം. ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റിനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇത് ചിലപ്പോൾ കേടായിപ്പോവും, ക്ലേ ആയതുകൊണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.